ഹലോ ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് എൻ്റെ ബാൽക്കണി സ്പേസ് ആണ്. ഞാൻ നോർമലി കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോസും റീൽസും സ്റ്റോറീസൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ ഒരു ഡെയിലി എൻ്റെ സ്റ്റോറീസിൽ വരുന്നൊരു ഭാഗമാണ് എൻ്റെ ബാൽക്കണി സ്പേസ്. അങ്ങനെ എൻ്റെ സ്റ്റോറീസ് കാണുന്ന കുറച്ച് പേര് എൻ്റെ ബാൽക്കണിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കരുതി ഓക്കെ, എൻ്റെ ബാൽക്കണിയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ സ്റ്റോറിയിൽ ഞാൻ ഡെയിലി ഇടുന്നത് ഒന്നാമത്തെ കാര്യം എൻ്റെ ബാൽക്കണിയുടെ വ്യൂ ആണ്, രണ്ടാമത്തത് എൻ്റെ ചെടികൾ, മൂന്നാമത്തത് ഒന്നെങ്കിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ക്ലീനിങ് റുട്ടീൻ ആയിരിക്കും ഞാൻ കൂടുതൽ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യുന്നത്. ക്ലീനിങ് റുട്ടീൻ എന്ന് പറയുമ്പോൾ ഫുൾ ഹോം അല്ല, ബാൽക്കണിയാണ് ഉദ്ദേശിച്ചത്. മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് എനിക്കിപ്പം രാവിലെ എണീക്കുന്നത് ഒരു പതിവായിട്ട് മാറിയിരിക്കുകയാണ്. നോർമലി ഒരു 10 മണി വരെ കിടന്നുറങ്ങുന്ന ഞാനിപ്പോൾ ഒരു 5 മണിക്കൊക്കെ എണീക്കാൻ തുടങ്ങി. ബിക്കോസ് ആ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഒരു ബാൽക്കണിയിലെ വ്യൂവും അതേപോലെ എൻ്റെ ചെടികളെയും എല്ലാം ഒന്ന് ആസ്വദിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മെയിൻ ജോലി എൻ്റെ ചെടികളെ പരിപാലിക്കലാണ്. അതിൽ ഞാൻ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യം ചെയ്യുന്നത് ഡെയിലി ഈ പ്ലാന്റ്സിൻ്റെ ഡെഡ് ലീവ്സ് ഞാൻ മാറ്റാറുണ്ട്. ഈ ഡെഡ് ലീവ്സ് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ഗാർഡൻ കുറച്ചും കൂടെ ഒരു ഗ്രീനറി ആയിട്ടും അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഫീലും ഒക്കെ ഉണ്ടാകും. അതിനേക്കാൾ ഉപരി നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഡെഡ് ലീവ്സ് നമ്മൾ കളയുമ്പം ആക്ച്വലി അതിൻ്റെ എനർജീനെ വേസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് ഈ ഡെഡ് ലീവ്സ് കൊണ്ടുപോകും കൂടുതലും. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് അതിനെ ഒന്ന് കുളിപ്പിച്ച് നനച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. ഇത് എൻ്റെ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ്. ഞാൻ ഇത് വെച്ചിട്ട് കുറച്ച് നാളായി. പക്ഷേ ഞാൻ എപ്പോഴോ വെള്ളം ഒഴിക്കാൻ മറന്നുപോയത് കൊണ്ടായിരിക്കണം അതിങ്ങനെ ഒരുമാതിരി വാടി നിൽക്കുന്നുണ്ട്. സോ അതിൻ്റെയും ഡെഡ് ലീവ്സൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ അതിനെ ഫുള്ളി വാട്ടറൊക്കെ സ്പ്രേ ചെയ്ത് ഫുള്ളി കുളിപ്പിച്ചെടുക്കുകയാണ്. എനിക്ക് ഈ വാട്ടർ സ്പ്രേ ചെയ്യുന്നത് ഭയങ്കര ഒരു തെറപ്പി പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചെടികളുടെ പുറത്ത് ആ ഒരു വെള്ളത്തുള്ളികൾ വീഴുന്നത് കാണാനും അത് എന്താ പറയുക ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴും അത് കിട്ടുന്നൊരു റിലീഫ് വേറെ തന്നെയാണ്. നമ്മുടെ ചെടികൾക്കും ആക്ച്വലി അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അടുത്തത് എൻ്റെ ക്ലീനിങ് പ്രോസസ്സാണ്. എന്നെ സംബന്ധിച്ച് ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എനിക്ക് എന്താ പറയുക, എൻ്റെ ബാൽക്കണി എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ഡേർട്ട് കിടന്നാൽ അതെനിക്കത് ഇഷ്ടപ്പെടത്തില്ല. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ അടുത്ത എൻ്റെ പരിപാടി ഒരു ഗ്രീൻ ടീ കുടിക്കലാണ്. ഗ്രീൻ ടീ ആദ്യമൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പം കുടിച്ച് അതൊരു ശീലമായി. ഞാൻ ഗ്രീൻ ടീ മാത്രമല്ല കേട്ടോ, ഞാൻ ടേമറിക് ടീ അല്ലെങ്കിൽ ഹിബിസ്കസ് ടീ, ബ്ലൂ ടീ അതൊക്കെ ഞാൻ കുടിക്കാറുണ്ട്. അതൊക്കെ കുടിച്ച് ഈ വ്യൂവും കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെടിക്ക് വെള്ളം ഒഴിക്കലാണ്. ഇത് എൻ്റെ 10 മണി പൂക്കളാണ്. ഇത് ഡെയിലി ബ്ലൂമിംഗ് ആണ്. ആക്ച്വലി ഇപ്പം നോക്കുമ്പം മുട്ടൊക്കെ വിരിഞ്ഞിട്ടില്ല. സമയം രാവിലെ ഒരു 8:30 ആയിട്ടേ ഉള്ളേ. അപ്പം ഇതുവരെ അത് വിരിഞ്ഞിട്ടില്ല. പക്ഷേ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പൂക്കളെല്ലാം വിരിയും. അതായത് ഇപ്പോൾ ഈ മുട്ടിട്ട് നിൽക്കുന്ന ഈ പൂക്കളെല്ലാം ഒരുമിച്ച് വിരിയും. പല പല കളേഴ്സ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് പകുതി കളേഴ്സ് ഞാൻ നട്ടതല്ല, ഇതിൽ തനിയെ നിന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് പോളിനേഷൻ ആയിട്ട് എനിക്ക് പുതിയ കളേഴ്സ് വന്നതാണ്. ഇതൊക്കെ എൻ്റെ ബാക്കി ചെടികളാണ്. എല്ലാത്തിനും പൂവും ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ പൂക്കളൊക്കെ ഫുള്ളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുമെന്ന്. ഇങ്ങനെ ഈ ഫുള്ളായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഭംഗിയിലുപരി ഇത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. അത് ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആ ഒരു വികാരം മനസ്സിലാകും. 10 മണി പൂക്കളുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവേ. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഒരു കുഞ്ഞു കമൻ്റ് ആവും എൻ്റെ അടുത്ത വീഡിയോയ്ക്കുള്ളൊരു മോട്ടിവേഷൻ. ഞാൻ നിങ്ങളൊന്നും അടുപ്പിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.